ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസ് ആണ് എക്സാം. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2022-23 അർദ്ധവാർഷിക മൂല്യനിർണ്ണയം മലയാളം മീഡിയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് നേരെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 1 ഒരു 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ നോക്കുക. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. തുറസായ സ്ഥലത്ത് നിൽക്കുന്ന കുട്ടിയുടെ ഒരു ദിവസത്തെ വിവിധ സമയങ്ങളിലെ നിഴലുകളാണ് ചിത്രത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ നിഴലുകൾക്ക് വ്യത്യാസമുണ്ടാകുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോ സമയത്തും ഓരോ നിഴൽ വരുന്നത്? എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണം മൂലം സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്താണ് പരിക്രമണം? പരിക്രമണത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം? അപ്പോൾ പരിക്രമണം പറഞ്ഞാൽ എന്താണ്? അതുമൂലം എന്തൊക്കെ ഉണ്ടാവും? ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലയം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിന് പരിക്രമണം എന്നു പറയുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതും ഋതുഭേദങ്ങൾ സംഭവിക്കുന്നതും ഇതുമൂലമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര ദിവസങ്ങൾ വേണം? അപ്പോൾ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര ദിവസം വേണം? 365 1/4 ദിവസം വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രവർത്തനം 1. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കി നോക്കാം. പ്രവർത്തനം 2. ഓരോ കാലാവസ്ഥ മേഖലയ്ക്കും തനതായ സവിശേഷതകൾ ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ അവ ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല തിരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പോൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? റെയിൻഡിയറും, ഒട്ടകം, ധ്രുവക്കരടി, വേഴാമ്പൽ, തേള്, ഒറാങ്കുട്ടൻ. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം, തരം തിരിച്ച് എഴുതണം. കാലാവസ്ഥ മേഖല, ജീവികൾ എന്ന 2 ബോക്സ് തന്നിട്ടുണ്ട്. മധ്യരേഖ കാലാവസ്ഥ മേഖല, ഉഷ്ണഭൂമികൾ. അടുത്തത് മേഖല. അപ്പോൾ ഇതിൽ മധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ അവിടെ ഏതൊക്കെ ജീവികളാണ് വരിക? വേഴാമ്പലും അതുപോലെ തന്നെ ഒറാങ്കുട്ടനും. ഇനി നെക്സ്റ്റ് ഉഷ്ണമരുഭൂമികൾ. ഉഷ്ണമരുഭൂമിയുടെ അവിടെ ഏതൊക്കെ വരും? ഒട്ടകവും അതുപോലെ തന്നെ തേളും. ഇനി നെക്സ്റ്റ് തൃണന്ത മേഖലയിൽ ഏതൊക്കെ വരും? റെയിൻഡിയറും ധ്രുവക്കരടിയും. ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. മരുപ്പച്ചകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പം മരുപ്പച്ചകളുടെ സവിശേഷതകൾ പ്രത്യേകതകൾ എന്തൊക്കെ നോക്കിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പം നമുക്കത് തയ്യാറാക്കി നോക്കാം. മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങളാണ് മരുപ്പച്ച. അപ്പം എന്താണ്? മരുഭൂമിയിൽ വെള്ളമുള്ള സ്ഥലമാണ് മരുപ്പച്ച. മരുപ്പച്ചകളിൽ സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കാണപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി, അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ അടുത്ത പ്രവർത്തനം 3. വിവിധ കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ് ഇന്ത്യയിലെ വാസ്തുവിദ്യാ രീതി. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിയുമായി ബന്ധപ്പെട്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളുടെ ശൈലികളും തദ്ദേശീയമായി ശൈലികളും സമന്വയിപ്പിച്ച് ഉണ്ടായ വാസ്തുവിദ്യാ ശൈലി. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അവിടെ ടിക്കിടുക. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ ശൈലി. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അതൊന്നും ചെയ്യണ്ട. ഇനി നെക്സ്റ്റ് 3. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ സവിശേഷതകളാണ്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അത് ടിക്കിടുക. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഈ 3 കറക്റ്റായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഇൻഡോ ഇസ്ലാമിക് ശൈലിയും ഗോത്തിക് ശൈലിയുടെ ഓരോ ഉദാഹരണം എഴുതുക. അപ്പോൾ ഏതാണ്? ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഒരു ഉദാഹരണമാണ് താജ്മഹൽ.
4. ദെൻ ഗോത്തിക് ശൈലിയുടെ ഒരു ഉദാഹരണമാണ് സെൻറ്റ് ഫ്രാൻസിസ്കോ ചർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4. പ്രവർത്തനം 4. 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ ആകാംശങ്ങൾക്കിടയിലാണ് ഉഷ്ണമരുഭൂമികൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. മരുഭൂമികളിലെ കാലാവസ്ഥാ സവിശേഷതകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ദെൻ പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കി നോക്കാം. മരുഭൂമികൾ, വൻകരകൾ. അപ്പോൾ മരുഭൂമികളുടെ അവിടെ സഹാറ, ആഫ്രിക്ക എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് താറാണ്. അതിൻ്റെ വൻകര എന്ന് പറയുന്നത് ഏഷ്യ. ഓക്കെ, ഇനി അടുത്തതിൽ എന്താ വൻകര തന്നിട്ടുണ്ട്, തെക്കേ അമേരിക്ക. അപ്പോൾ അതിൻ്റെ മരുഭൂമി എന്ന് പറയുന്നത് അറ്റാക്കാമ. ഇനി അടുത്തത് വടക്കേ അമേരിക്ക. അപ്പോൾ അതിൻ്റെ മരുഭൂമി എന്ന് പറയുന്നത് ഏതാണ്? മൊഹേവ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് എഴുതണം മരുഭൂമികളുടെ കാലാവസ്ഥ സവിശേഷതകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പകൽ താപം വളരെ കൂടുതലും രാത്രി താപം താരതമ്യേന കുറവുമാണ്. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 5. CE 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി നഗരങ്ങൾ ഉയർന്നു വന്നു. മധ്യകാല യൂറോപ്പിൽ നഗരങ്ങൾ ഉയർന്നു വരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാം? ഇനി അടുത്ത അതിൻ്റെ ബി ക്വസ്റ്റ്യൻ. മധ്യകാല യൂറോപ്യൻ നഗരങ്ങളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും വിനിമയം, കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, കരകൗശല വ്യവസായ കേന്ദ്രങ്ങൾ, തുറമുഖങ്ങൾക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള നഗരങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമായുമുള്ള കച്ചവടം. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ സ്വന്തമായ ഭരണ സംവിധാനം, മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ, ചുറ്റും മതിലുകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അടുത്ത പ്രവർത്തനം 6. ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷരാംശ രേഖകൾ അടിസ്ഥാനമാക്കിയാണ്. ലോക ഭൂപടത്തിൻ്റെ കിഴക്കേ അർദ്ധഗോളത്തിൻ്റെ ഒരു ഭാഗമാണ് ഭൂപടത്തിൽ നൽകിയിരിക്കുന്നത്. നൽകിയിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് പട്ടികയിലെ രാജ്യങ്ങൾ ഏതൊക്കെ രേഖാംശ രേഖകൾക്കിടയിലാണെന്ന് എഴുതുക. അപ്പോൾ നമുക്ക് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ രാജ്യം കൊടുത്തിട്ടുണ്ട്, അക്ഷരാംശ രേഖകൾ കൊടുത്തിട്ടുണ്ട്, രേഖാംശ രേഖകളെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു ഉദാഹരണം പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേപ്പാളും ശ്രീലങ്കയും പാകിസ്ഥാനും എഴുതി നോക്കാം. നേപ്പാൾ 20 ഡിഗ്രി വടക്ക് മുതൽ 30 ഡിഗ്രി വടക്ക് വരെ. ദെൻ രേഖാംശ രേഖ എന്ന് പറയുന്നത് 80 ഡിഗ്രി കിഴക്ക് മുതൽ 90 ഡിഗ്രി കിഴക്ക് വരെ. ഇനി ശ്രീലങ്ക 0 ഡിഗ്രി വടക്ക് മുതൽ 10 ഡിഗ്രി വടക്ക് വരെ. ദെൻ രേഖാംശ രേഖ 80 ഡിഗ്രി കിഴക്ക് മുതൽ 90 ഡിഗ്രി കിഴക്ക് വരെ. ഇനി പാകിസ്ഥാൻ 20 ഡിഗ്രി വടക്ക് മുതൽ 40 ഡിഗ്രി വടക്ക് വരെ. ദെൻ രേഖാംശ രേഖ 60 ഡിഗ്രി കിഴക്ക് മുതൽ 80 ഡിഗ്രി കിഴക്ക് വരെ. അപ്പോൾ ഇത് ഈ മാപ്പിൽ നിന്ന് സിമ്പിളായിട്ട് കിട്ടും. സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ഗ്രീൻവിച്ച് ലൈൻ. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. 0 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് എതിർവശമുള്ള രേഖാംശ രേഖ എത്ര ഡിഗ്രിയിലൂടെയാണ് കടന്നു പോകുന്നത്? 23.5 ഡിഗ്രിയിലൂടെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം. പ്രവർത്തനം 7. മധ്യകാല ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ക്ഷേത്ര നിർമ്മാണ രീതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പച്ചക്കറി കൊത്തിയെടുത്തവ, ചെത്തിയ പാറകൾ, ബഹുനില കെട്ടിടങ്ങൾ, ക്ഷേത്രഭിത്തികൾ, ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതി. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഇനി ബി ക്വസ്റ്റ്യൻ. ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഏത് ചോള രാജാവിൻ്റെ കാലത്താണ്? ഏത് ചോള രാജാവിൻ്റെയാണ്? രാജരാജ ചോളൻ. ഇനി നെക്സ്റ്റ് അടുത്ത സി ക്വസ്റ്റ്യൻ. കാമകൃക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ആസാം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 8.
പ്രവർത്തനം 8. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവയെ താഴെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ ക്രമീകരിക്കുക. അപ്പോൾ കർഷകർ, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, രാജാവ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം രാജാവ് വരും, പിന്നെ അത് കഴിഞ്ഞാൽ പ്രഭുക്കന്മാർ വരും, പിന്നെ അത് കഴിഞ്ഞാൽ ഇടപ്രഭുക്കന്മാർ വരും, പിന്നെ അത് കഴിഞ്ഞാൽ കർഷകരും വരും. ഓക്കെ, ഇനി അടുത്ത അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശമാണ് മാനർ. എന്തൊക്കെ ഉൾപ്പെട്ടതാണ് ഒരു മാനർ? എന്തൊക്കെയാണ്? കൃഷിഭൂമി, മെച്ചിൽ, സ്ഥലങ്ങൾ, പ്രഭുവിൻ്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം എന്നിവ തുടങ്ങിയതാണ് ഒരു മാനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് ഇപ്രാവശ്യവും വരിക. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.